ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമല്ലേ? നോമ്പ് തുടങ്ങാറായി. എല്ലാവരും വീഡിയോസൊക്കെ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പം ഞാൻ നോമ്പ് തുടങ്ങിയിട്ടിടാന്ന് വെച്ചു. ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കിങ്ങിന് ഒരാൾ കൂടെയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. സ്വയം പരിചയപ്പെടുത്താം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അഷൂറ ലത്തീഫ്. ഞാൻ തലശ്ശേരിക്കാരിയാണ്. ഇവിടെ എറണാകുളം താമസിക്കുന്നു. പിന്നെ റംസാനെല്ലാം വരുന്നതല്ലേ, എല്ലാവർക്കും റംസാൻ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റൂല. എല്ലാവരും ഉണ്ടാക്കുന്ന സാധനം ജീരകക്കഞ്ഞി പലരും പല സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുന്നു. തലശ്ശേരി ഒരു സ്റ്റൈലായിരിക്കും, എറണാകുളം വേറൊരു സ്റ്റൈലാണ്. ഞാൻ എറണാകുളം സ്റ്റൈല് പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: പച്ചരി, തേങ്ങ, നല്ല ജീരകം, ആശാളി, ഉലുവ, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് കുതിർത്ത് വെച്ച അരിയായിരിക്കും അല്ലേ? കുതിർത്ത് വെക്കണം നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ഒരു സ്പൂണ് ഉലുവ, ആശാളി. ആശാളി എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയില്ലായിരിക്കും. ചെറിയ നമ്മുടെ കസ്കസിന്റെ ഒക്കെ ഒരു ബ്രൗൺ കളറുള്ള സാധനമാണ് ഈ ആശാളി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആശാളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ശേഷം അരിയിടാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി ഇത് വെന്ത് വരണം. നല്ലോണം അരിയൊക്കെ വെന്തിട്ടുണ്ടാവും അല്ലേ? അരിയെല്ലാം നല്ലോണം വെന്ത് കലങ്ങി പാകമായിട്ടുണ്ട്. ഇനി തേങ്ങയും ജീരകവും മഞ്ഞളും കൂടി അരക്കണം. അരച്ച തേങ്ങ ഇത്. ഈ തേങ്ങയും മഞ്ഞളും ജീരകവും കൂടി അരച്ചിട്ടുള്ള അരപ്പായത്. ഇതാണ് ഇപ്പം ഈ വേവിച്ച അരിയിൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. കഞ്ഞി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. കഞ്ഞി റെഡിയായി. ഈ പാകത്തിൻ്റെ കഞ്ഞി എടുക്കേണ്ടത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഈ കഞ്ഞി എല്ലാവരും പിന്നെ ഈ നോമ്പിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. വയറിനെല്ലാം നല്ല ആശ്വാസം ഇത് കഴിച്ചാൽ. ഈ ചൂടത്ത് എല്ലാം കഴിച്ച് നോക്കുക, ടേസ്റ്റ് അറിയിക്കുക. കമനി കഞ്ഞി ഒന്ന് കുടിച്ച് നോക്കട്ടെ. അശ്വര ഭയങ്കര അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ടൈപ്പ് ജീരകക്കഞ്ഞി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കാണാം. എല്ലാ ജീരകക്കഞ്ഞിയും എടുത്തിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഓരോ ദിവസം ഓരോ സ്റ്റൈല് ജീരകക്കഞ്ഞി ട്രൈ ചെയ്യാം. ഇതിപ്പോൾ ചൂടുണ്ട്. ചൂടാറിയിട്ടാണ്. ചൂടാറിയിട്ടാണ് കുടിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആശാളിയൊക്കെ ഞാനിതുവരെ ഈ ആശാളി എന്താണെന്നുള്ളത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ആശാളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരു കപ്പ് കഞ്ഞി കുടിച്ചു കഴിഞ്ഞാലാണ് അശൂറ വന്നിട്ട് പറയുന്നത് ഇത് കടുമാങ്ങയും കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടതെന്ന്. അങ്ങനെ കടുമാങ്ങ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കപ്പും കൂടെ കഞ്ഞി കുടിക്കാം. അതല്ല നല്ലത്, കടുമാങ്ങയും കൂട്ടിയിട്ട്. ഇതെന്തായാലും നല്ല ടേസ്റ്റുള്ള കഞ്ഞി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.